കൂടുതൽ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കായിക വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസം ബാക്ക് ഫുട്ടിൽ ആയിരിക്കുകയാണ് ഇന്ത്യ. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് വിജയ സാധ്യതയുള്ളൂ. ജയ്സ്വാളും രാഹുലും നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വന്നാൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയുള്ളൂ. ടെസ്റ്റിന്റെ നിയന്ത്രണം വാലറ്റം സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടിക്കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും സത്യം. 159 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് സൗത്ത് ആഫ്രിക്ക എടുത്തത്. മാർക്കോ യാൻസന്റെ 93 റൺസാണ് സഹായിച്ചത്. 489 മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ കെ രാഹുലും ജയ്സ്വാളാണ് ഗ്രീസിൽ. വിക്കറ്റ് പോകാതെ 9 റൺസ് എടുത്തിട്ടുണ്ട്. ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ മനുഷ്യനായ മുത്തുസ്വാമിയും മാർക്കോ യാൻസന്റെ 93 റൺസും മുത്തുസ്വാമിയുടെ 109 റൺസുമാണ് സൗത്ത് ആഫ്രിക്കനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. 206 പന്തിൽ 106 റൺസ് എടുത്തു. 2 സിക്സും 10 ബൗണ്ടറിയും അടങ്ങുന്നതാണ് മുത്തുസ്വാമിയുടെ ഇന്നിങ്സ്. റൺസൺ 91 ബോളിൽ 93 റൺസ് എടുത്തു. 6 സിക്സും 7 ഫോറും അടിച്ചു. അവസാന 4 വിക്കറ്റിൽ സൗത്ത് ആഫ്രിക്ക വാരിക്കൂട്ടിയത് 260 റൺസോളമാണ്. സൗത്ത് ആഫ്രിക്ക രണ്ടാം ദിനം കളി തുടങ്ങിയ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയെ കുറഞ്ഞ സ്കോറിൽ ഒതുക്കാൻ ആയിരുന്നു പ്രതീക്ഷ. പക്ഷെ വാലറ്റക്കാർ ചെറുത്ത് നിന്ന് സൗത്ത് ആഫ്രിക്കയെ കുറ്റം സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ ബോളർമാരിൽ മികച്ചിരുന്നത് കുൽദീപ് യാദവാണ്. അദ്ദേഹം 4 വിക്കറ്റ് നേടി. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. മൂന്നാം ദിവസം എന്തെങ്കിലും അത്ഭുതം നടന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയുള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കായിക വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.